ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ബീറ്റ്റൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു 1/2 കിലോ ബീറ്റ്റൂട്ടാണ്. ഈ ബീറ്റ്റൂട്ട് ഞാനിതെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു മുറ എടുത്തിട്ടുണ്ട്. ആ മുറത്തിലേക്ക് ഇത് ഗ്രേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടോ, എത്ര ഭംഗിയാണ് ഇത് കാണാൻ, നോക്കി. ഇനി നമുക്ക് ഇത് അടപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചു. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇതൊരു 1/2 സ്പൂൺ ഉലുവ, ആ ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 4 കതിർപ്പ് കറിവേപ്പില, ഇതൊരു 5-8 കാന്താരിമുളക് വട്ടത്തിൽ അരിഞ്ഞതാട്ടോ. കാന്താരിമുളക് ഇല്ല എങ്കിൽ സാധാ പച്ചമുളക് ഇട്ടാലും മതി. ഇത് ഒരു 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഇത് നമുക്ക് ചുമക്ക വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കാന്താരിമുളകും കറിവേപ്പിലയും ഉലുവയും കടുകും എല്ലാം പാകം മൂപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. ബീറ്റ്റൂട്ട് 1 സ്പൂൺ ഉപ്പുപൊടി, ഇനി ഇത് നമുക്ക് ചെറു തീയിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിവിടെ ബീറ്റ്റൂട്ട് വേവായോ എന്ന് നോക്കാം. ബീറ്റ്റൂട്ട് വേവായി, പക്ഷെ ഒരല്പം കൂടെ വെള്ളം വറ്റാനുണ്ട്. ശരിക്കും വെള്ളം വറ്റി അത് മെഴുക്കുവരട്ടി പോലെ നമുക്ക് ആ വെള്ളം വറ്റണം. ആ വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇത് ഒരു മുറി തേങ്ങ ചെരുകിയതാണ്. ഇത് കട്ട തൈരാണ്. ഈ തൈരൊഴിച്ച് നമ്മൾ ഈ തേങ്ങ നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പം നമ്മുടെ അരപ്പ് റെഡിയായി. ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം അപ്പിടി വറ്റി. അപ്പം നമ്മൾ ഈ അരച്ച അരപ്പ് തേങ്ങയും തൈരും കൂടെ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങ അരയ്ക്കാതെ കട്ട തൈര് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ തൈര് തന്നെ ഒഴിക്കുമ്പോൾ നമ്മളിത് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിരിഞ്ഞോണിക്കിരിക്കും. അതുകൊണ്ടാണ്
ഇത് തേങ്ങ ചേർത്ത് ഇത് വെട്ടി തിളപ്പിച്ചെടുക്കണം. എന്നാൽ ഈ കറി 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇരുന്നോളും. നമുക്കിതിനകത്തേക്ക് ബാലൻസ് തൈരോട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയിൽ ബാക്കി തൈരും കൂടെ ഞാൻ അതിനകത്ത് മിക്സിയിലൊന്ന് അടിച്ച് ഇതിനകത്ത് ചേർത്തു. ഒരു സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. കാരണം തൈരങ്ങ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തൈരിൻ്റെ പുളി വന്നപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ കറി തിളപ്പിച്ച് വാങ്ങി. കണ്ടോ എന്തോ ഭംഗിന്ന് നോക്കിയ കറിയുടെ ഭംഗി തന്നെയല്ല, ഈ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ കറി ഇത് ശരിക്കും തിളപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ ആ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ 2-3 ദിവസമാണെങ്കിൽ ഈ കറി ഇരുന്നോളും. കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ഇത് കൊടുത്തു വിട്ടാലും നല്ല ടേസ്റ്റാണ്. പിള്ളേർ ചോറുണ്ടോളും. ഈ കറി നിങ്ങൾ കൂട്ടി നോക്കുക. ഇത് ഉണ്ടാക്കി നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ പറയണം. ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.